കാക്കു നാളെ ക്ലാസ്സിന് പോയാലൊന്നും ആലോചിക്കുക. ഒരു മാസമായില്ല ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട്. ഇനിയിപ്പോൾ പോണ ഇപ്പൊക്കെ ഇഷ്ടമാവും. ആ കല്യാണം കഴിഞ്ഞാലും ഡിഗ്രി കംപ്ലീറ്റ് ആക്കാന്നാണല്ലോ അന്ന് പെണ്ണാണ് വന്നപ്പോൾ ഇങ്ങോട്ട് ഉപ്പന്നെ പറഞ്ഞത്. ചെയ്യാ ഈ പോയോക്ക് നാളെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നാടി പെണ്ണേ ആകെ പൊടിയ ഒരു പെണ്ണ് വന്ന് കയറിയ വീടാ. എന്നിട്ട് കോലം കണ്ട ഇതൊന്നും പഠിപ്പിക്കാതെ കണ്ട് കെട്ടിച്ച് പറഞ്ഞയച്ചിക്കളെ. അല്ല ഇജിപ്പം കണ്ട പോണ് ബാഗും തൂക്കി? അതിപ്പോ ഞാൻ ഇന്നോട്ടിട്ട് കോളേജിൽ പോകാൻ വിചാരിച്ചിട്ടായിരുന്നു. എന്നാ പോണ്ട. ആദ്യം ഇവിടൊക്കെ വൃത്തിയാക്കാനുള്ള പണികളൊക്കെ കഴിക്ക്. എന്നെ കെട്ടിച്ചോടുന്നതല്ലേ ഇനി പഠിക്കാൻ പോവാച്ചി. പെണ്ണുങ്ങൾ പഠിച്ചു കൊടുത്തിട്ട് വേണ്ട ഈ കുടുംബത്തിലൊക്കെ തിന്നാന്. ഓനറിയില്ലേ? അറിയില്ലെങ്കിൽ ഞാൻ പഠിപ്പിച്ചു കൊടുക്കും. എനിക്ക് ഈ തൽക്കാലം കയറിപ്പോ. നാളികേരം ദിവസം തോറും കുറഞ്ഞു വരുമല്ലോ. അല്ല എങ്ങണ്ടാ രണ്ടാളും കൂടി പോണേ? അതിപ്പോ കുറച്ച് സാധനം വാങ്ങാണ്ട് വിളിക്കേ. അത് ഞങ്ങളൊന്ന് പുറത്ത് പോയിട്ട് വരാം. വീട്ടു സാധനങ്ങൾ കഴിഞ്ഞിരിക്കുന്നറിയില്ല എനിക്ക്. ഞങ്ങളും കൂടെ വരാം. ഒന്നിച്ചിട്ട് പോകും. എന്തിനാ രണ്ട് നടത്ത് നടക്കണം? മറിയാ മാറ്റേ ഒന്ന് പുറത്ത് പോയിട്ട് വരാം. അത് മാറിയെന്നാ പെണ്ണേ. എന്തത് ഇങ്ങനെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയായി എങ്ങടെങ്കിലും നമ്മൾ ഒറ്റയ്ക്ക് പോയിട്ടുണ്ടാ? എപ്പോഴാണെങ്കിലും ഉപ്പയും ഉമ്മയും കൂടെ വരും. ഒരു പ്രൈവസിയും ഇല്ല. ഞാൻ ഇപ്പം എന്താ ചെയ്യാ? ഞാൻ കൊണ്ടയിലേക്ക് ഞാൻ ചീത്തയും കേൾക്കും വെറുതെ എന്ന് പറഞ്ഞോണ്ടിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും പറഞ്ഞൂടെ? നിങ്ങളെ കൊള്ളായിട്ടാണ്. അറസാകെ 2 ദിവസമായാലോള് പോയിട്ട് അവളെ വിളിച്ചിട്ടുണ്ട് പോരെ. എൻ്റെ അമ്മക്ക് ഓരോനെ നിനക്കറിയില്ലേ? ഇവിടുത്തെ പണിയൊന്നും ഒറ്റക്കെടുക്കും ഓളെ കൊണ്ടാവൂല. ഞാൻ വിളിക്കാം. ഇവിടെ സഹായത്തിനാണ് ഓളെ കെട്ടിയത്. ഇവനാളെ കൊണ്ടാക്കാനാണ് ഇവനെന്തിനാ കെട്ടിയത്? പോയി വിളിച്ചിട്ട് പോരെ.